പറഞ്ഞോണ്ടിരുന്നു അല്ലെ. നീ ടീച്ചർ പോകുന്ന ശരിയാക്കുന്നില്ല. എഴുതി കഴിഞ്ഞല്ലോ. എന്തിയാടാ എന്തുകൊണ്ടല്ലേ ചുളുക്കി പറക്കി വെച്ചേക്കുന്നത്? എനിക്ക് അമ്മ പുതിയ ബുക്ക് മേടിച്ചു തന്നല്ലോ. പുതിയ ബുക്ക് വാങ്ങിച്ചു? ഇതിന് എത്ര ദിവസത്തേക്കാണ്? അപ്പുക്കുട്ടോ ഇന്നലെ പറഞ്ഞല്ലോ എഴുതിക്കൊണ്ട് വന്നോ? എഴുതി ടീച്ചറെ ബുക്ക്. നീ എഴുതും വായന അറിയാൻ മേത്തവന്റെ കയ്യിൽ നിന്റെ ബുക്ക് കൊടുത്തത്. മോൻ ഇതൊന്ന് വായിച്ചു കേൾപ്പിച്ചേ. അത് പറയടാ, പറ. ജേതാക്ഷരം കാ എഴുതി വള്ളിയിട്ട് എന്തോ വായിക്കൂടാ? കാ വള്ളി കാവള്ളി 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 കാവള്ളി. ഇന്നലെ മുതൽ ഇത് പഠിപ്പിച്ച അക്ഷരമില്ലയോ? കീ കീ എന്നാ ഇന്ന് വായിച്ചാടാ. കീവള്ളി കീവള്ളി കീവള്ളി. ആഹാ, ശ്രീകള്ളി നമ്മൾ പോണം. പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോഴാണോ ചരിക്കുന്നത്? നീ എങ്ങനെ പഠിക്കത്തില്ല, അവനെങ്കിലും പഠിക്കട്ടെ. ഇത് കാവള്ളിയും കീവള്ളിയും അല്ല, കീ. ഒരു 10 പ്രാവശ്യം അങ്ങോട്ട് എഴുതി വെക്ക, ഞാനിപ്പോ വരും. എന്താ എലിക്കുഞ്ഞില്ലേ കരയുന്നത്? എന്നാ രണ്ടുപേരും എടുത്ത് കഴിക്കണേ. എടുത്തിന്നടാ, എടുത്തിന്നാ. നിനക്ക് ലൈൻ ഉണ്ടോടാ? സ്കൂളിലാണോ അതോ വീട്ടിലാണോ? വേണ്ട, നീ പറയണ്ട, മനസ്സിനെ വിഷമിക്കാൻ. ഞാൻ എന്തോ ഇപ്പൊ അവനോട് ചോദിച്ചു. മമ്മ സമയം എന്തായി മമ്മ? ട്യൂഷൻ വിടാനുള്ള സമയമൊന്നും ആയില്ലടാ. കനത്ത മഴയിൽ കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. ആഹാ, കഴിഞ്ഞ ആഴ്ചയിലെ വാർത്തയായിരുന്നു. അമ്മ തിന്നെ വേറെ ഒന്നും ഇരിപ്പില്ലേ അമ്മേ? അപ്പുക്കുട്ടാ എന്നാ ചായ കുടിക്കേ. എല്ലാം എഴുതി വെച്ചോടാ. ഇപ്പൊ നീ എന്തോ എഴുതിയേ? 1, 2, 100 വരെ പഠിച്ചോ? എന്നാ 199 ഒന്ന് എഴുത്. എനിക്കറിയത്തില്ല, പക്ഷെ അത് ചേച്ചിക്ക് അറിയാം. ചേച്ചി എന്നാ ചേച്ചി എഴുതി തരും. നിനക്ക് വിശക്കുമ്പോ നിന്റെ ചേച്ചിയാണോ കഴിക്കുന്നത്? ഞാൻ ചാച്ചും പറഞ്ഞു ചേച്ചിയും തിന്നു. ഞാൻ തിന്നു. അയ്യോ, 8 മണി ആയല്ലോ. അയ്യോ, ഇന്നത്തെ ഡേറ്റ് ആയിരുന്നു. എന്തിനാടാ കരയുന്നേ? വീട്ടിൽ പോന്നു. എന്നാ ഇത്രയും പഠിച്ചാ മതി. രാവിലെ ഒന്ന് വീട്ടിൽ വിട്ടേരെ.